വോട്ട് വഴി എളുപ്പമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഗൃഹസന്ദർശനത്തോടെ LDFും പുതുയുഗയാത്രയോടെ UDFും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ചോദ്യം പ്രസക്തമാണ്. വോട്ട് വഴി എളുപ്പമാണോ? എന്തുകൊണ്ട് LDF അധികാരത്തിൽ വരണം, എന്തുകൊണ്ട് UDF അധികാരത്തിൽ വരരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ LDFിൻ്റെ പ്രവർത്തകർ ഓരോ വീടുകൾ കയറി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഈ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 9.5 വർഷം സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാരിനെതിരെ വെറും ഒരു സ്വർണ്ണക്കൊള്ളയെടുത്ത് മാത്രം നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് UDF വന്നു എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം വികസനത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, അഴിമതിയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, പവർ കട്ടിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, KSRTCനെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, റോഡുകളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, ഈ പറയുന്ന ശമ്പളം മുടങ്ങിയതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയും ബന്ധപ്പെട്ടിട്ട് മാത്രമാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ശബരിമല സ്വർണ്ണക്കൊള്ള അയ്യപ്പനെ കയറ്റിയത് ശബരിമലയിലേക്ക് പോറ്റിയെ കയറ്റിയ സഖാക്കളാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പം ഞങ്ങളാണ് പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയിട്ട് എല്ലാ MP-മാരും പാടിയ പാട്ട് ഇപ്പം ഞങ്ങളാണ് ചെയ്തതെന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് സഖാക്കൾ വീട് കയറാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. എന്താണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാം. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ പ്രൊപ്പഗൻഡയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ഒരു പരിധിയിലുള്ള UDF പ്രവർത്തകരും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ UDF നേതാക്കന്മാർ നടത്തിയിരുന്നത്. അത് ഒറ്റ സംവിധാനത്തിൽ പിടിച്ചിട്ട് മാത്രമായിരുന്നു, ശബരിമലയെ പിടിച്ചിട്ട് മാത്രമായിരുന്നു. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്താൻ വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകരും LDF നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് വേണ്ട സർക്കുലർ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള സർക്കുലർ പാർട്ടി ഇറക്കിയിട്ടുള്ളതാണ് കാണുന്നത്. കഴിഞ്ഞ 10 വർഷം എന്താണ് കേരളത്തിൽ സംഭവിച്ചതെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കഴിഞ്ഞ വർഷം 10 വർഷം പവർ കട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് പവർ കട്ട് എന്നുള്ള ഒരു കൊച്ചുകുട്ടിനെ പോലും ചോദിച്ചറിയില്ല. വർഗീയ കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വർഗീയ കലാപം കേരളത്തിൽ ചൂടിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ? മുൻകാലങ്ങളിൽ അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്? ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അടുത്ത കാലത്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോഡ് ഷെഡിംഗ് എന്താണെന്ന് ജനങ്ങൾക്കറിയോ? ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മുടങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം 2000 രൂപ ഒരു മാസം ക്ഷേമ പെൻഷനായി കൊടുക്കുന്ന സംസ്ഥാനം കേരളമായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമായി. 2000 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 8 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തത്. അവിടുന്നാണ് ഇന്നേ വരെ 10 വർഷം കേരളം ഭരിച്ചിട്ട് ഒരു ദിവസം പോലും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ മുന്നോട്ട് പോയെന്നുള്ളതാണ്. ഓക്കി, പ്രളയം, പിന്നെന്താണ് നിപ്പ, കോവിഡ്, ഇതിലെല്ലാം തകർന്നടിഞ്ഞു എന്ന് കേരളത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ആ കേരളത്തെ 10 വർഷം കൈത്താങ്ങായി നിർത്തിയതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരല്ലേ? പാഠപുസ്തകങ്ങൾ ഒരു ദിവസമെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷം? ഏതെങ്കിലും സ്കൂൾ 10 വർഷത്തേക്ക് പൂട്ടിപ്പോയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. UDF ഭരണകാലത്ത് അങ്ങനെയായിരുന്നോ? പുസ്തകത്തിൽ ഭക്ഷണം, അവിടെ തിരി കൊടുക്കാനും പിന്നെ നിലവിളക്ക് കൊടുക്കുന്നത് വരെ മന്ത്രിയുടെ നേരിൽ കലാപമായിരുന്നു ആ സമയത്ത് അല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? പാഠപുസ്തകം ഇല്ലാതായോ? സ്കൂളുകൾ ഇല്ലാതായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ പറഞ്ഞ ഗെയിൽ പൈപ്പ് പദ്ധതി? ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയല്ലേ? കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയാണ് ഗെയിൽ പദ്ധതി. നടപ്പിലാക്കിയില്ല കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നാഷണൽ ഹൈവേ 35 മീറ്റർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച പദ്ധതിയാണ്. 35 മീറ്റർ മതി എന്ന് കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്ത പദ്ധതിയാണ്. ഇപ്പോൾ 480 കിലോമീറ്ററാണ് കേരളത്തിൽ കൂടെ നാഷണൽ ഹൈവേ വരുന്നത്. 80% പൂർത്തീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 80% പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. 5.5 ലക്ഷം സാധാരണക്കാർക്ക് വീട് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ലക്ഷം ആൾക്കാർക്ക് പട്ടയം കിട്ടി. എത്രയാണെന്നറിയോ? 28,000 കോടിയാണ് സ്പെൻഡ് ചെയ്തേക്കണേ വീടിന് മാത്രം. 28,000 കോടി. എത്ര? 2 ലക്ഷം കോടി കേന്ദ്രം തരാനുള്ള സമയത്താണ് 28,000 കോടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പൂട്ടിപ്പോയോ? പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ഏതെങ്കിലും പൂട്ടിപ്പോയോ? ഏതെങ്കിലും ഒരെണ്ണത്തിൽ ശമ്പളം കൊടുക്കാത്ത പ്രശ്നം അറിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ശമ്പളം കൊടുക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വ്യവസായ പാർക്കുകൾ ഏതെങ്കിലും ഒരെണ്ണം പൂട്ടിപ്പോയോ? IT പാർക്കുകൾ എത്ര എണ്ണമാണ് ഉണ്ടായത്? സ്റ്റാർട്ടപ്പ് പാർക്കുകൾ എത്ര എണ്ണമാണ് ഉണ്ടായത്? നിങ്ങൾ നോക്കിക്കേ. അവസാന നിമിഷം വന്നിട്ട് പൊടിമണ്ണിൽ വന്നിട്ട് ഫ്ലൈറ്റ് ഇറക്കിയതാണ് കണ്ണൂർ എയർപോർട്ട്. പൊടിമണ്ണിൽ അല്ലേ? നമ്മളെ കണ്ടതല്ലേ? അവിടെ എയർപോർട്ടും ഉണ്ടായിരുന്നില്ല, അവിടെ എയർപോർട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കണ്ണൂർ വിമാനത്താവളം ഉണ്ടായിട്ടില്ലേ? ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വിഴിഞ്ഞം പോർട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങ് പോയി. വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുക. ഒന്ന് ആലോചിക്കുക. ആദ്യത്തെ ടേമിൽ തന്നെ ആ പോർട്ട് പ്രോഫിറ്റിലായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ടർ മെട്രോ എങ്ങനെയാണ്? വാട്ടർ മെട്രോ എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് പോയി.
അല്ലേ? അത് പൂർത്തീകരിച്ച് വായിച്ച 10 വർഷമായിട്ട്. ഈ പറയുന്ന കൊച്ചി മെട്രോ ഒരു ഭാഗം മാത്രം പൂർത്തീകരിച്ചിട്ട് പോയി, ബാക്കിയുള്ള ഏരിയകൾ മുഴുവൻ പൂർത്തീകരിച്ചു. അപ്പം കേരളത്തിൽ ഇത്രയധികം വികസനം, ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്താ പറയുക, നാഷണൽ ഹൈവേ, വിഴിഞ്ഞം എയർപോർട്ട് പോലെയുള്ള വലിയ പദ്ധതികൾ മുഴുവൻ കേന്ദ്രം 2 ലക്ഷം കോടി രൂപ തരാത്ത സമയത്തും നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. കേരളത്തിൽ എത്രയാണ്? 55,000 സ്കൂൾ റൂമുകളാണ് കേട്ടോ പുതിയതായിട്ട് പറഞ്ഞ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം ഏത് രീതിയിലേക്ക് ഉയർന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയില്ലോ, ഒരു സർക്കാരിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യം പോലീസ് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പോലീസിനെ കുറിച്ച് വളരെ ചെറുതായിട്ട് അവിടെ ഇവിടെ കുറ്റം പറയും. പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ടായില്ല കേട്ടോ. ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ടായില്ല. മുൻകാലങ്ങളൊക്കെ അങ്ങനെയാണോ ഉണ്ടായിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇങ്ങനെ കേരളത്തിലെ ഒരു വികസന രാഷ്ട്രീയം കേരളത്തിലേക്ക് എത്തിക്കണം, ജനങ്ങളെ എത്തിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? പാർട്ടി പ്രവർത്തകർ എത്തിക്കും. പാർട്ടി പ്രവർത്തകർക്ക് എത്തിക്കുന്ന പ്രശ്നം എന്താ അറിയോ? അധികാരത്തിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ എത്തിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? അവരെന്താ പറയുക? അവർ പറയുന്നത് സർക്കാരിൻ്റെ PR പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പറയട്ടെ, ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോവുകയാണ്, നിയമസഭാ ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്നുള്ള കാര്യം ക്ലാരിറ്റിയോട് ജനങ്ങൾ ഓരോ വീട്ടിൽ കയറിയിട്ട് ഞങ്ങളിങ്ങനെ മൈക്ക് വീട്ടിൽ പറഞ്ഞിട്ട് പോകല്ലോ, അവരോട് കേൾക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇടയ്ക്ക് കയറി പറയണ്ട. നിങ്ങൾക്ക് അവർ പറയുന്നത് മുഴുവൻ കേട്ടോളൂ. അത് എല്ലാ ദിവസവും വൈകുന്നേരം പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്ന് രേഖകളാക്കി നിങ്ങൾ അവിടെ നിന്ന് എഴുതിയെടുക്കണ്ട. പക്ഷേ എല്ലാവരും കൂടിയിരുന്ന് അതൊരു സജഷനാക്കി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കണം, അത് സംസ്ഥാന കമ്മിറ്റിക്ക് തരണം. ആ മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ടായിരിക്കും ഒരു തുടരുന്ന സർക്കാരിന് വേണ്ട പുതുവഴി ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് 10 വർഷം മുന്നേ ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുന്ന ശൈലിയല്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇലക്ഷനെ നേരിടാൻ 2 മാർഗ്ഗമുള്ളത്. ഒന്ന് എന്താണ്? വികസനം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. ഞങ്ങൾ 2026 വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന് നോക്കും ജനങ്ങൾ. UDF വന്നാൽ എന്തൊക്കെ ചെയ്യും? ഈ 2011 തുടങ്ങിയിട്ട് 16 വരെയുള്ള കാലയളവിൽ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കും. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ബെനിഫിറ്റ് എന്താ? 16 തുടങ്ങിയിട്ട് 26 വരെയുള്ള 10 വർഷത്തിൽ 2 പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. 98% നടപ്പിലാക്കി. ബാക്കി 2% മാത്രമേ ബാക്കിയുള്ളൂ. അതും ഈ 4 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ശക്തമായ രീതിയിൽ 2 മുന്നണിയിൽ ഇറങ്ങുന്ന സമയത്ത് ശരിയാണ്, ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടൈറ്റ് മത്സരം ഉണ്ടാവുമല്ലോ. കാരണം എന്താ? ജനങ്ങൾക്ക്, ഈ പറയുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ 10 വർഷം മുന്നേയുള്ള കാര്യം ഓർത്തിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഓർത്തിരിക്കാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ഉള്ള പ്രൊപ്പഗൻഡ മുഴുവൻ തള്ളിവിടുന്ന സമയത്ത് അയ്യോ ഇങ്ങനെയാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരും. ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് സഖാക്കളെ ഇറക്കാൻ വേണ്ടിയിട്ട് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അത് വലിയ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.